ഞങ്ങൾക്ക് തൊഴിലുറപ്പിൻ്റെ പണിയെല്ലാം തീർന്ന് കഴിഞ്ഞപ്പോൾ പണിയില്ലാതെ ഞങ്ങളിവിടെ വീട്ടിലിരുന്ന് അന്നേരം ഞങ്ങളെ സിസ്റ്റർമാർ വന്ന് കണ്ടു. നിങ്ങൾക്ക് തൊഴിലൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് കുറച്ച് കൃഷി തരട്ടെന്ന് ചോദിച്ചു. അന്നേരം ഞങ്ങൾ സമ്മതിച്ചു. അന്നേരം ഞങ്ങൾക്ക് ആ കൃഷി ഇവിടെ കൊണ്ട് ഇറക്കി തന്നു. ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം കൃഷിയൊക്കെ കൊണ്ട് ഇറക്കി തരുന്നുണ്ട്. അവർക്ക് എങ്ങനെ നന്ദി പറയണമെന്ന് ഞമ്മക്കറിയില്ല. ഞമ്മക്ക് വേണ്ടി ടീച്ചർമാരാണ് ഇവിടെ വന്ന് ഈ കിണറ്റിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നത്. മോട്ടറും കൊണ്ട് വെച്ച് തന്നു, വാഴ കൃഷി തന്നു, എല്ലാ കാര്യങ്ങളും അവരെ ചെയ്തു തരുന്നത്. കണ്ണൂരിലെ MSMI നവദർശൻ സെന്ററിലെ സിസ്റ്റർ റോസിയ മിക്കവാറും കീഴ്പള്ളിയിലെ പുതിയങ്ങാടിയിലെ ആദിവാസി കോളനികളിലായിരിക്കും. രാവിലെ കുട്ടികൾക്കുള്ള ഭക്ഷണ വസ്തുക്കളുമായി കോളനിയിലെത്തുന്ന ഈ യുവസന്യാസിനി ആദിവാസികളുടെ സ്വന്തം അമ്മ തന്നെയാണ്. അവരുടെ ആരോഗ്യരംഗത്തും തൊഴിൽ രംഗത്തും കുട്ടികളുടെ പഠനരംഗത്തും സിസ്റ്ററിന്റെ പ്രത്യേക കരുതലുണ്ട്. മദർ ലെറ്റീഷ്യയും സിസ്റ്റർ ഗ്ലോറിയയും സിസ്റ്റർ റോസിയയ്ക്ക് പിന്തുണയുമായി ഒപ്പമുണ്ട്. ഞങ്ങളിവിടെ കുറച്ച് ദിവസമായിട്ട് ഈ വെളിമാനം സ്കൂളിൽ ഒരു സാറുണ്ട്, സാജു സാറ്. അങ്ങനെ സാജു സാറിനോട് നമ്മളിങ്ങനെ ചോദിച്ചായിരുന്നു, ഇങ്ങനെ ഏതെങ്കിലും ബുദ്ധിമുട്ടുള്ള ഫാമിലി ഉണ്ടോ എന്ന് ചോദിച്ചപ്പം സാറാന്ന് എന്നോട് ഇങ്ങനെ പരിചയപ്പെടുത്തിയത്, ഇങ്ങനെ ഒരു കോളനി ഉണ്ട്, അപ്പോൾ നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ചെയ്തു കൊടുക്കാവോ എന്ന് സാറ് ചോദിച്ചു. അങ്ങനെയാണ് ആദ്യമായിട്ട് ഈ കോളനിയിലേക്ക് വരുന്നത്. ആദ്യമായിട്ട് ഞങ്ങളിവിടെ വരുന്നത് ഒരു ക്രിസ്മസ് ആഘോഷത്തിൻ്റെ സമയത്തല്ലേ, അങ്ങനെയാണ് ഞങ്ങളിവിടെ ക്രിസ്മസ് ആഘോഷത്തിനായിട്ടാണ് വരുന്നത്. അങ്ങനെ ആദ്യത്തെ ക്രിസ്മസ് ആഘോഷമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇവരോട് ചോദിക്കുകയുണ്ടായിരുന്നു, എന്തൊക്കെയാണ് നിങ്ങളുടെ പണികൾ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇവരിങ്ങനെ പറഞ്ഞു, ഞങ്ങൾക്ക് ഇങ്ങനെ ഇടയ്ക്കൊക്കെ തൊഴിലുറപ്പ് കിട്ടുന്നത്, അപ്പം 100 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തൊഴിലുറപ്പ് പിന്നെ കുറേ ദിവസം കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഇവർ പറഞ്ഞു കഴിഞ്ഞപ്പം നമ്മൾ ഇങ്ങനെ സ്ഥലം ഇങ്ങനെ നോക്കിയപ്പം കുറേ തരിശ് ഭൂമികൾ കണ്ടു. അങ്ങനെയാണ് ഇവരോട് ചോദിച്ചത്, ഇങ്ങനെ നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇവർക്ക് കൃഷി ഇറക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യമേ നമ്മളൊരു പച്ചക്കറി ആയിരുന്നു ഉദ്ദേശിച്ചത്. അത് കഴിഞ്ഞിട്ട് നമ്മളിതൊക്കെ വെള്ളത്തിൻ്റെ ഒരു പരിമിതി, ആദ്യമേ നമ്മളൊരു കുളം അവിടെ നമ്മൾ കുഴിച്ചു. കുറച്ച് നാൾ കഴിഞ്ഞത്തേക്ക് ആ കുളം വെയിലിൻ്റെ ചൂട് കാരണം അധികം വെള്ളം നിന്നില്ല. അതിനുശേഷം ഇങ്ങനെ അന്വേഷിച്ച് നടക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു കിണർ, ഇവർ ഉപയോഗശൂന്യമായിട്ടൊരു കിണർ ഇവിടെ കാണുന്നത്. അപ്പം നമ്മളത് വൃത്തിയാക്കി എടുത്തു, ഒരു മോട്ടറൊക്കെ വാങ്ങിക്കൊടുത്തു. അങ്ങനെ ഇവിടെ ഞങ്ങൾ 500 വാഴവിത്ത് ഇവർക്ക് കൊടുത്തു. അപ്പോൾ ഇവർ തന്നെ അധ്വാനിച്ചു. ഈ 3 ആഴ്ചയോളം ഇവർ തന്നെ അധ്വാനിച്ച് ഇവിടെ എല്ലാം കുഴിയെടുത്ത് ഒരു 15 ഫാമിലിയാണ് ഇവിടെ ഉള്ളത്. ഈ 15 ഫാമിലിയിൽ 7 ഫാമിലിയാണ് ഇപ്പോൾ ഇവിടെ, 8 ഫാമിലിയോളം ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർ തന്നെ ഒന്നിച്ച് വർക്ക് ചെയ്തിട്ട് പിന്നെ ഇവർ ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് ഇവർ തന്നെ ഈ ഒരു പ്രദേശത്ത് ഒരു 3 ഏക്കർ സ്ഥലത്തോളം കാണുമായിരിക്കും. അപ്പോൾ അത്രയും സ്ഥലങ്ങളിൽ ഇവർ തന്നെ കുഴിയെടുത്ത് ഈ വാഴ നട്ടു. ഇപ്പം എല്ലാവർക്കും പഞ്ചായത്തിലൊക്കെ ചെന്ന് പറഞ്ഞ് അവിടുന്ന് നമുക്കിപ്പം കൃഷിക്ക് വേണ്ട ജലസേചനത്തിനുള്ള ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുന്ന പദ്ധതിയിൽ നമുക്ക് പങ്കുചേരാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ പഞ്ചായത്തുകാർ നമ്മളോട് വളരെ സഹകരണത്തോടുകൂടെ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്നുണ്ട്. ഇതാണ് നമ്മൾ നട്ട വാഴ. ഇവർ തന്നെയാണ് ഇതിനുള്ള ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളമിടുന്നതും അതുപോലെ ഇതിന് വേണ്ട എല്ലാ ശുശ്രൂഷകളും ഇവർ തന്നെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് തൊഴിലുറപ്പിൻ്റെ പണിയെല്ലാം തീർന്ന് കഴിഞ്ഞപ്പോൾ പണിയില്ലാതെ ഞങ്ങളിവിടെ വീട്ടിലിരുന്ന് അന്നേരം ഞങ്ങളെ സിസ്റ്റർമാർ വന്ന് കണ്ടു. നിങ്ങൾക്ക് തൊഴിലൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് കുറച്ച് കൃഷി തരട്ടെന്ന് ചോദിച്ചു. അന്നേരം ഞങ്ങൾ സമ്മതിച്ചു. അന്നേരം ഞങ്ങൾക്ക് ആ കൃഷി ഇവിടെ കൊണ്ട് ഇറക്കി തന്നു. സിസ്റ്റർമാരും ഞങ്ങളും കൂടി അത് ഷെയറായിട്ട് ഇവിടെ കൃഷി ഇടുന്നുണ്ട്. അത് നന്നായി വന്നെങ്കിൽ ഞങ്ങളെ സിസ്റ്റർമാർക്ക് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ വായ പിന്നെ വെണ്ടങ്ങ ഒരു 500 വായ നട്ടിട്ടുണ്ട്. ഇപ്പം നിങ്ങളിവിടെ വന്ന് കണ്ടതിന് ശേഷം ഞങ്ങൾക്ക് ഈ കൃഷിയിലിവിടെ കിട്ടുന്നത്. കിണറും ശരിയാക്കി, ഇപ്പം മോട്ടർ വെക്കാനുണ്ട്, അതും വെച്ച് തരുന്നുണ്ട്. ചുറ്റും വരെ ഞങ്ങളെ വന്ന് VP എല്ലാം നോക്കുന്നത് കൊണ്ട് ഞങ്ങൾ അവർക്ക് വേണ്ടി നന്ദി പറയുന്നുണ്ട്. അതെ, അത് ഞങ്ങൾക്കൊരു അനുഗ്രഹം. ചെറുമാരെ പറ്റി പറയാൻ ഞങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട്. ഞങ്ങൾ ഇത്രത്തോളം ഇവിടെ വന്നിട്ട് ഞങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്നുണ്ട്. കഷ്ടപ്പെട്ട് വെയിലൊന്നറിയാതെ മഴയൊന്നറിയാതെ ഞങ്ങളുടെ കൂടെ തന്നെ ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം കൃഷിയൊക്കെ കൊണ്ട് ഇറക്കി തരുന്നുണ്ട്. അവർക്ക് എങ്ങനെ നന്ദി പറയണമെന്ന് ഞമ്മക്കറിയില്ല. നന്ദി പറഞ്ഞാൽ തീരാത്ത
നന്മ അവർ ചെയ്യുന്നുണ്ട്. അവർ ഞങ്ങളെ കോളനിയിൽ വന്ന് ഞങ്ങൾക്കൊരു അനുഗ്രഹത്തിന് കാരണമാണ്. ഞങ്ങളെ പിള്ളേരെ ഞങ്ങളെല്ലാം ഒരേപോലെ നമ്മൾ സ്വന്തം മക്കളെ പോലെ ഞങ്ങൾ നോക്കുന്നുണ്ട്. കേക്ക് കൊണ്ട് വരുന്നുണ്ട്, ലഡു കൊണ്ട് വരുന്നുണ്ട്. ഞങ്ങളെ പിള്ളേർക്ക് കഴിക്കാൻ ഞങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ കൊണ്ട് തരുന്നുണ്ട്. തുണി കൊണ്ട് തരുന്നുണ്ട്, പിള്ളേർക്കുള്ള ഉടുപ്പ് കൊണ്ട് തരുന്നുണ്ട്. വെള്ളത്തിൻ്റെ ഒരു ക്ഷാമം ഉണ്ടായിരുന്നു. അന്നേരം സിസ്റ്റർമാർ വന്നിട്ട് നമുക്ക് കിണാർ കുഴിക്കാനെല്ലാം ഒരു സവരം ഉണ്ടാക്കി തന്നു. അവിടെ ഒരു കിണാർ കുഴിച്ച് അവിടെ വെള്ളമായി. പിന്നെ മോട്ടർ മേടിച്ച് തന്നു, പിന്നെ അതിന് പൈപ്പ് മേടിച്ച് തന്നു, 2-3 വാറൽ മേടിച്ച് തന്നു. ഇനി എങ്ങനെ നമ്മൾ നന്ദി പറയണമെന്ന് ഞങ്ങൾക്ക് അറിയുന്നില്ല. ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് സിസ്റ്റർമാർ. പിന്നെ ഈ കോളനിയിൽ ഇതുവരെ ആയിട്ട് ആരും ചെയ്യാത്തൊരു സഹായം ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്നുണ്ട്. അതൊന്നും നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഞങ്ങൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് സിസ്റ്റർമാർക്ക്. ദൈവ ദീർഘായുസ്സോടെ വഴിനടത്തട്ടെ. ഞാൻ ഈ സിസ്റ്റർ റോസിയയ്ക്ക് കൂട്ടായിട്ട് ആദ്യം വന്നതാണ്. കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഇവിടുത്തെ സാഹചര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായത്. ഇവിടെ ഒത്തിരി പ്രവർത്തിക്കാൻ പറ്റുമെന്ന് മനസ്സിലായി. അങ്ങനെ പല പ്രാവശ്യം സിസ്റ്ററിൻ്റെ കൂടെ വരികയും ഇവരെ കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്യാൻ സാധിച്ചു. ഇവരും നമ്മളോട് വളരെയധികം സഹകരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്കും വളരെ സംതൃപ്തിയാണ് ഇവരുടെ പ്രവർത്തിക്കാനും ഇവരെ സഹായിക്കാനൊക്കെ ആയിട്ട്. ഞങ്ങളോട് നല്ല സ്നേഹമാണ്. ഇവർ ഞങ്ങളെ കാണുമ്പോഴത്തേനും ഓടി വരുവാണ്, കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ തരുന്നു. ഇവരുടെ പിള്ളേരും അതുപോലെ തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ വരുന്നത് ഒത്തിരി സന്തോഷമാണ്. ഇവരുടെ ഈ സാഹചര്യമൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് വിഷമമൊക്കെ തോന്നിയിട്ടുണ്ട്. ഭക്ഷണമൊന്നും തീരെ കഴിക്കുന്നില്ലാത്തവരാണ്, ഒന്നുമില്ല, എല്ലാം കൂലിപ്പണിക്ക് പോകുന്നവരാണ്. പക്ഷെ എന്നാലും സന്തോഷമായിട്ട് ഇവർ ജീവിക്കുന്നുണ്ട്. അത് കാണുമ്പോൾ തന്നെ നമുക്കും ഒരു സന്തോഷമുണ്ട്. നമുക്ക് പറ്റുന്ന സഹായമൊക്കെ ഇവർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. MSMI കോൺഗ്രിഗേഷനിൽപ്പെട്ട സിസ്റ്റേഴ്സാണ്. അപ്പോൾ ഞങ്ങളുടെ സ്ഥാപക പിതാവ് ബഹുമാനപ്പെട്ട CJ വർക്കിച്ചനാണ്. അച്ഛൻ ആദ്യകാലം മുതലേ കുടുംബ പ്രേക്ഷകത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ്. ഞാൻ ആദ്യ ബാച്ചിലൊരു സിസ്റ്ററാണ്. അപ്പോൾ ആദ്യകാലം വന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ടൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും അച്ഛന് കുടുംബങ്ങളുടെ ഉന്നതിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കണം എന്നുള്ളൊരു ഉദ്ദേശമായിരുന്നുണ്ടായിരുന്നത്. അപ്പോൾ പാവപ്പെട്ടവരുടെ വീടുകളിലേക്ക് ചെല്ലണം, അവർക്ക് വേണ്ടി പ്രവർത്തിക്കണം. അതാണ് ഞങ്ങൾക്ക് തന്ന ഫോർമേഷൻ. അപ്പോൾ അച്ഛൻ തന്ന ഫോർമേഷനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഇന്ന് സാധിക്കുന്ന ഒത്തിരി സന്തോഷമുണ്ട്. ഇപ്പം ഈ സിസ്റ്റർ റോസിയാണ് മെയിനായിട്ട് ഈ MSW കഴിഞ്ഞിട്ട് ഒരുപാട് സാമൂഹ്യ സേവനം പല സ്ഥലത്തും ചെയ്യുന്നുണ്ട്. അപ്പോൾ സിസ്റ്റർ ഇങ്ങനെ ഈ ഫാമിലിയെ കുറിച്ച് അറിഞ്ഞ് മടത്തി വന്ന് ഞങ്ങളോട് പറഞ്ഞ് ഇങ്ങനെ ഇവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഒത്തിരി സന്തോഷമായിട്ട് ഈ പാവപ്പെട്ട ആൾക്കാരുടെ ഇടയിൽ പ്രവർത്തിക്കുന്നതിൻ്റെ സന്തോഷമൊക്കെ സിസ്റ്റർ അവിടെ നിന്ന് പങ്കുവെക്കാറുണ്ട്. അപ്പോൾ എനിക്കും സിസ്റ്ററിൻ്റെ ഈ പ്രവർത്തന രംഗം ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ സിസ്റ്ററിനോടൊപ്പം ഞാനിവിടെ വന്നതാണ്. ഓരോ പ്രാവശ്യം വന്നിട്ട് കൂടുതൽ വളരെ ചിലപ്പം തലവേദനയൊക്കെ ആയിട്ട് ക്ഷീണിച്ച് കിടക്കുകയാണെങ്കിൽ ഇവിടെ വന്നേച്ച് വരുമ്പോൾ സിസ്റ്ററിന് കൂടുതൽ സന്തോഷമാണ്. ഞാൻ അവർക്ക് വേണ്ടി ഒത്തിരി ചെയ്യാൻ പറ്റിയില്ലോ എന്നോർത്തിട്ട്. അപ്പോൾ ഇവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള വലിയ ആഗ്രഹമുള്ളതുകൊണ്ട് അതിനുവേണ്ടി സിസ്റ്റർ ഉദ്യമിക്കുകയും അതുകൊണ്ട് അങ്ങനെയാണ് ഇവിടെ ഈ കാട്ടുപ്രദേശത്ത് ഇങ്ങനെ കൃഷി ചെയ്യാനായിട്ടുള്ള സ്ഥലമുണ്ടെന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരും നല്ല ആൾക്കാരാണ്. പിന്നെ ഇവർ വന്ന് പറയുമ്പോൾ എനിക്ക് ഇവരെ ഒന്ന് കാണണമെന്നില്ല. കാരണം സിസ്റ്ററിന് വലിയ സന്തോഷമാണ് ഇവരുടെ അടുത്ത് വരും തിരിച്ചെത്തുമ്പോൾ. ഇപ്പം മടത്തി വന്നതെല്ലാം പങ്കുവയ്ക്കും. ഞങ്ങൾ ഇന്ന് അവിടെ കാട്ടുതളിക്ക് വരുന്നു, പിന്നെ മോട്ടർ കിട്ടി, ഓരോ വിശേഷം പറയും ഇങ്ങനെ ചെയ്തെന്ന്. അപ്പോൾ ഞങ്ങൾക്ക് വലിയൊരു സന്തോഷമാണ്. അപ്പോൾ എനിക്കും അതൊന്ന് ഇവരൊപ്പം ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് കണ്ടു. ഇവിടെ വന്നപ്പോൾ സിസ്റ്റർ പറഞ്ഞ് വളരെ വാസ്തവമാണെന്ന് മനസ്സിലായി. ഇവർ സ്വന്തം ആൾക്കാരെ പോലെ ഞങ്ങളെ കാണുമ്പോൾ, ഞാൻ ഇന്ന് ആദ്യം ഇവിടെ വന്നാണ് പോലും ഇവർ കൂടുതൽ പരിചയമുള്ളവരെ പോലെ നല്ല സ്നേഹമായിട്ട് പെരുമാറുന്ന. ഞാൻ ആദ്യമായിട്ട് ഈ കോളനിയിലേക്ക് വരുമ്പം എനിക്ക് ഇവരോട് വളരെയധികം ഒരു സഹതാപമാണ് തോന്നിയത്. കാരണം നമ്മളൊക്കെ 4 നേരവും അല്ലെങ്കിൽ 5 നേരവും ഒക്കെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പം ഇവർ 2 നേരമാണ് ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ അത് ആദ്യമേ അറിഞ്ഞപ്പോൾ മുതൽ ഉള്ളിലൊരു സങ്കടമായിരുന്നു. ഇവർക്ക് എങ്ങനെയും ഒരു 4 നേരം അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 3 നേരമെങ്കിലും ഭക്ഷണം കഴിക്കാൻ തക്ക വിധം ഇവരുടെയൊക്കെ ഒരു സാഹചര്യത്തെ ഒന്ന് മാറ്റിക്കൊടുക്കാൻ നമുക്ക് കഴിയുന്നിടത്തോളം എങ്ങനെയാണോ അത് കഴിയുന്നത് അത്രയും ചെയ്യാൻ എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് പലപ്പോഴും മനസ്സിൽ ഓർത്തിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പലപ്പോഴും ഇവിടെ വരുമ്പോൾ എന്തെങ്കിലും ഒരു സാധനം, ഒരു കേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും മിഠായി എന്തെങ്കിലും ഇല്ലാതെ ഞാൻ ഈ കോളനിയിലേക്ക് വരാറില്ലായിരുന്നു. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെയൊക്കെ കാണുമ്പോൾ വളരെ സങ്കടം തോന്നും. കാരണം എല്ലാവരും നല്ല ന്യൂട്രീഷൻ്റെ കുറേ കുറവുകൾ കുഞ്ഞുങ്ങളിലും മറ്റുള്ളവരിലൊക്കെ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്.
എന്തെങ്കിലും ചെയ്ത് തുടങ്ങുമ്പം തന്നെ നമ്മുടെ കൂടെ സഹകരിക്കാൻ ആളുണ്ടാവുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. കാരണം പഞ്ചായത്തും പ്രസിഡൻറ്റും അതുപോലെ മറ്റുള്ളവരൊക്കെ നമ്മുടെ ആശാ വർക്കേഴ്സും പിന്നെ ഇപ്പം നമ്മുടെ ഒരു സുഷമ എന്ന് പറയുന്ന ഒരു എഡ്യൂക്കേഷൻ ലെവലിൽ പഞ്ചായത്തിൽ നിന്ന് ഇവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. കുട്ടികൾ നല്ല സ്നേഹമുള്ള കുട്ടികളാണ്. പക്ഷേങ്കിൽ ഇപ്പോൾ കുഞ്ഞുങ്ങൾ പലപ്പോഴും നമ്മളിവിടെ വരുമ്പം കുഞ്ഞുങ്ങൾ വീടുകളിൽ തന്നെ കാണുമ്പോൾ നമുക്കൊരു സങ്കടമാണ്. കുഞ്ഞുങ്ങൾ എന്തേ സ്കൂളിൽ പോകാത്തതെന്ന് ചോദിച്ച് ഞാൻ പലപ്പോഴും ഒരു വഴക്ക് പറയാറുണ്ട്. പേരൻസിനോട് ഞാൻ കമ്പൽസറി ആയിട്ട് പറയാറുണ്ട്, കുട്ടികളെ എന്തായാലും സ്കൂളിൽ വിടണം എന്നതിനെക്കുറിച്ച് ഞാൻ പറയാറുണ്ട്. അത് ഇപ്പോൾ പലപ്പോഴും ഇവർ പറയാറുണ്ട്, ഞങ്ങൾ സ്കൂളിൽ യൂണിഫോം ഇല്ലാത്തത് കൊണ്ടാണ് പോകാത്തത്, അല്ലെങ്കിൽ സ്കൂളിൽ വേണ്ട സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ബുക്കോ ടെക്സ്റ്റ് ബുക്കോ ഒക്കെ പണ്ടൊക്കെ സ്കൂളിൽ നിന്ന് ഫ്രീ ആയിട്ട് കിട്ടിയിരുന്നു. ഇപ്പോൾ അത് കിട്ടാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ചിലപ്പോൾ അത് അങ്ങനെ പോകാതിരിക്കുന്ന കുട്ടികളുണ്ട്. അപ്പം ഞാൻ അവരോട് പറയാറുണ്ട്, അങ്ങനെയൊക്കെ വേണ്ട എല്ലാ സാഹചര്യങ്ങളും ഞങ്ങൾ ചെയ്തു തരാം, നിങ്ങൾ ഉറപ്പായിട്ടും സ്കൂളിൽ പോകണം എന്ന് ഞാൻ അവരോട് കമ്പൽസറി ആയിട്ട് പറയാറുണ്ട്. ഞാൻ MSW പഠിച്ചത് ഇങ്ങനെ ഒരു ആഗ്രഹത്തോടു കൂടി തന്നെയാണ്. ശരിക്കും MSW പഠിച്ചപ്പോഴാണ് എനിക്ക് കൂടുതൽ മനസ്സിലായത് ഞങ്ങളുടെ കാര്യസ്ഥമാണ് ശരിക്കും MSW പഠിച്ചതിലൂടെ ഞാൻ ചെയ്യുന്നതെന്ന്. ഞാൻ പ്രൊജക്റ്റ് വർക്ക് ചെയ്തത് ഞാൻ ഈ ട്രൈബൽസിൻ്റെ ഇടയിലുള്ള ഫിസിക്കൽ ആൻഡ് മെൻ്റൽ വെൽബീങ് ഓഫ് ദ ട്രൈബൽ പീപ്പിൾ ഇൻ കണ്ണൂർ ഡിസ്ട്രിക്റ്റ് എന്നുള്ള വിഷയത്തെക്കുറിച്ചായിരുന്നു ഞാൻ പ്രൊജക്റ്റ് വർക്ക് ചെയ്തത്. അങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് ഈ ആറളം ഫാമിലേക്ക് ചെല്ലുന്നത്. ദൈവം തന്നെയാണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. കാരണം ആദ്യ കാലങ്ങളിലൊന്നും അങ്ങനെയൊന്നും പോകാനുള്ളൊരു സാഹചര്യം എനിക്ക് അങ്ങനെ ആയിരുന്നില്ല. അപ്പോൾ ഇവിടെയും ഈ പുതിയങ്ങാടി കോളനിയിലും അതുപോലെ മുണ്ടയാമ്പറമ്പ് കോളനി, എടപ്പുഴ കോളനി, ആറളം കോളനി എന്നിവിടങ്ങളിലൊക്കെ എനിക്ക് ദൈവം തന്നെ നിയോഗിച്ച് എന്ന പോലെ ഞാൻ പോകുന്നുണ്ട്. ഒപ്പം എൻ്റെ കൂടെ നിന്ന് സഹകരിക്കുന്ന എൻ്റെ സഹോദരിമാരുണ്ട്. എല്ലാവരുടെയും നല്ല സഹകരണത്തോടുകൂടിയാണ് ചെയ്യുന്നത്. എന്തെങ്കിലും തൊഴിലധിഷ്ഠിതമായിട്ടുള്ള എന്തെങ്കിലും ട്രെയിനിങ് കൊടുക്കാം എന്ന് വിചാരിച്ച് ഞാൻ ഒരു തയ്യൽ മിഷൻ ഇവർക്ക് കൊടുക്കുകയും ആദ്യമേ തയ്യൽ ഒരു ടീച്ചറിനെ നിർത്തി ഇവരെ പഠിപ്പിച്ചു. ഒരു 3 മാസത്തോളം ഇവരെ പഠിപ്പിച്ചു. അതിനുശേഷം ഇവർക്ക് തയ്യൽ മിഷൻ കൊടുത്തു. ഒരു ആവശ്യമുള്ളവർക്ക് തയ്യൽ ഏകദേശം അതിനോട് താല്പര്യം തോന്നുന്ന വ്യക്തികൾക്ക് തയ്യൽ മിഷൻ കൊടുക്കുകയും ചെയ്തു. പണ്ട് ഞങ്ങളുടെ MSMI കോൺഗ്രിഗേഷനിൽ നിന്ന് തന്നെ ഞങ്ങൾ എല്ലാ ആഴ്ചയും MSMI സിസ്റ്റേഴ്സ് ഫ്രൈഡേയ്സ് ഫാസ്റ്റിംഗ് എടുക്കാറുണ്ട്. അതിൻ്റെയും പിന്നെ ഞങ്ങളുടെ വരുമാനത്തിൻ്റെയൊക്കെ ആയിട്ടുള്ള ചെറിയൊരു ശതമാനം ഞങ്ങൾ മാറ്റി വെച്ചിട്ട് അങ്ങനെയുള്ള തുക ഒന്നിച്ച് ചേർത്തിട്ടാണ് ഞങ്ങൾ ഇങ്ങനെയുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് പ്രൊവിൻസ് തലത്തിൽ നിന്ന്. സിസ്റ്റർ റോസിയയെ സംബന്ധിച്ച് റോസിയയ്ക്ക് പാവപ്പെട്ട ആൾക്കാരുടെ അടുത്ത് പ്രവർത്തിക്കുന്നതിന് പ്രത്യേക സന്തോഷവും അതുപോലെ തന്നെ വലിയ താല്പര്യമുണ്ട്. അപ്പോൾ അത് ഞങ്ങളുടെ സഭയുടെ സ്ഥാപകൻ്റെ ഒരു ചൈതന്യം തന്നെയാണ്. അച്ഛൻ്റെ ആ ചൈതന്യം ഇന്നത്തെ യുവതലമുറ കൊണ്ടുപോകുന്നത് കാണുമ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. ഇപ്പോൾ ഓരോ പ്രാവശ്യവും പിന്നെ ഇവിടെ മാത്രമല്ല മറ്റ് പല സ്ഥലങ്ങളിലും സിസ്റ്റർ പോയി പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ 62 ആരംഭിച്ച ആ കാലഘട്ടത്തിൽ ഞങ്ങൾ സിസ്റ്റർമാരാകുന്നതിന് മുമ്പ് തന്നെ അച്ഛൻ കുടുംബങ്ങളിലേക്കൊക്കെ പറഞ്ഞു വിടുമായിരുന്നു. അപ്പം ഞങ്ങൾക്കറിയത്തില്ല എന്നാ പറയേണ്ടതെന്ന്. അന്നേരം അവരോട് ചെന്ന് വിശേഷമൊക്കെ ചോദിച്ചാൽ മതി, പിള്ളേർ പള്ളിപ്പെടുത്തി പോകുന്നു അങ്ങനെയൊക്കെ. അപ്പം ഞങ്ങൾക്ക് തുടക്കം മുതലേ അച്ഛൻ തന്നൊരു ട്രെയിനിങ് അത് ഇന്ന് വളരെ സജീവമായിട്ട്, അന്ന് ട്രെയിനിങ് ഒന്നും കിട്ടിയിട്ടില്ലായിരുന്നല്ലോ. ഇപ്പം പലരെയും പഠിപ്പിച്ച് ആ രംഗത്ത് പ്രവർത്തിക്കാനുള്ള ഒരു ശേഷി. പിന്നെ സഭയ്ക്കും കുറച്ചുകൂടെ പിന്നെ വ്യത്യാസം വന്നു. ഉള്ളതിൽ ഓരോ പങ്കുവെക്കണം എന്നുള്ളൊരു ശൈലിയാണ് സഭയ്ക്ക് ഫോർമേഷൻ കിട്ടിക്കൊണ്ടിരുന്നത്. സ്ഥാപക പിതാവിനും തന്നെ അത് കണ്ടിന്യൂ ചെയ്യുന്ന തലമുറയാണ് ഇന്ന് ഉള്ളതെന്ന് കാണുമ്പോൾ അതിനൊരു നല്ല ഉദാഹരണമാണ് സിസ്റ്റർ റോസിയയുടെ പ്രവർത്തനങ്ങൾ. പച്ചക്കറിക്ക് വേണ്ടി ഞങ്ങളെ സഹായിച്ച സിസ്റ്റർ തളിപ്പറമ്പ്, കണ്ണൂർ നഗർ എല്ലാ പള്ളിയിലും അവിടെയൊക്കെ ഇവിടെയൊക്കെ കയറി ഇറങ്ങി ഞങ്ങളെ കാര്യങ്ങൾ ഇവിടെ വന്ന് അറിയുകയും 3-4 തവണയായിട്ട് ഈ കോളനി വന്ന് ഞങ്ങളെ സന്ദർശിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി സഹായിക്കാൻ തയ്യാറായ ഈ സിസ്റ്ററെ ഒരുപാട് നന്ദിയും കിടപ്പാടും ഈ കോളനിക്കാർക്ക് വളരെ സന്തോഷമായിട്ടുള്ളൊരു പ്രവർത്തനമാണ്. കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ദാരിദ്ര്യങ്ങളൊക്കെ കണ്ട് ആ സിസ്റ്റർ ഇവിടെ വന്ന് സഹായിച്ച സിസ്റ്ററുകൾ 100 നന്ദി. സിസ്റ്ററിൻ്റെ ഈ പ്രവർത്തനത്തിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഞങ്ങളുടെ MSMI സഭയിൽ നിന്നും പ്രത്യേകിച്ച് ഞങ്ങളുടെ മാങ്ങാട് കമ്മ്യൂണിറ്റിയിൽ നിന്നും വളരെയധികം സപ്പോർട്ട് ഞങ്ങൾ കൊടുക്കാറുണ്ട്. സിസ്റ്റർ സ്വന്തം ചെയ്യുന്ന പോലെയല്ല, ഞങ്ങളെ ആരെയും കൂട്ടിക്കൊണ്ടാണ് സിസ്റ്റർ പോരുന്നത്. അങ്ങനെ ഞങ്ങളും സമയം കണ്ട് ഈ സിസ്റ്ററിനെ സഹായിക്കാനായിട്ട് കൂട്ടത്തിൽ വരികയും ചെയ്യുന്നുണ്ട്. ഒത്തിരി സന്തോഷം തോന്നാറുണ്ട്. ഞങ്ങളുടെ ആരംഭകാലത്തിലൊന്നും ഞങ്ങൾക്ക് ഇത്രയും പ്രവർത്തിക്കാൻ പറ്റിയില്ലെങ്കിലും, പ്രവർത്തിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും
സാഹചര്യം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഇപ്പോഴാണ് അതിനുള്ള ഒരു സാഹചര്യമൊക്കെ കിട്ടിയതിൽ എനിക്കും വളരെയധികം സന്തോഷം തോന്നിയിട്ടുണ്ട്. നമ്മൾ ഇവിടുന്ന് ഞങ്ങൾക്ക് സ്ഥലമൊക്കെ പാമ്പിലാണ് പാസ്സായത്. അന്നേരം ഞങ്ങൾ ഇവിടുന്ന് പോയതാണ്. അതുവരെ ഞങ്ങൾ ഈ വെള്ളം കുടിച്ചുകൊണ്ടിരുന്നതാണ്. ആ സമയത്ത് എൻ്റെ മോളൊരു മകനുണ്ടായിരുന്നു, ചെറിയ കൊച്ചായിരുന്നു. അത് കിണറ്റിൽ വീണ് മരിച്ചു. 6 വയസ്സായിരുന്നു ചെക്കന്. അന്നേരം നോക്കുമ്പോൾ എവിടെ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലൊരു സമാധാനമൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് ഒഴിവാക്കിയതാണ്. ഇനിയിപ്പോൾ ഇവിടെ ഈ വീട് വന്നാലും ഞങ്ങൾ ഇവിടെ തന്നെ വന്ന് താമസിക്കും. ഇത് നമുക്ക് വേണ്ടി ടീച്ചർമാരാണ് ഇവിടെ വന്ന് ഈ കിണറ്റിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നത്. മോട്ടറും കൊണ്ട് വെച്ച് തന്നു, വാഴ കൃഷി തന്നു, എല്ലാ കാര്യങ്ങളും അവരെ ചെയ്തു തരുന്നത്. ദൈവം ചെയ്ത നന്മകളെല്ലാം നന്ദി പറഞ്ഞിടുക. നാകിനു പോരാ നാളിനു പോരാ മായുസും ഇത് പോരാ. നാകിനു പോരാ നാളിനു പോരാ മായുസും ഇത് പോരാ. ജീവിതം വാരിൽ കാലുകളേർ കുഴഞ്ഞു വീയാതെ, ജീവിതപാതൽ കാലുകളേർ കുഴഞ്ഞു വീയാതെ, താങ്ങി നടത്തിയതോർക്കുമ്പോഴും കണ്ണുകൾ നിറയുന്നേ. താങ്ങി നടത്തിയതോർക്കുമ്പോഴും കണ്ണുകൾ നിറയുന്നേ. ദൈവം ചെയ്ത നന്മകളെല്ലാം നന്ദി പറഞ്ഞിടുക. ദൈവം ചെയ്ത നന്മകളെല്ലാം നന്ദി പറഞ്ഞിടുക. നാകിനു പോരാ നാളിനു പോരാ മായുസും ഇത് പോരാ. നാളിനു പോരാ നാളിനു പോരാ മായുസും ഇത് പോരാ.